Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം, തഖ്വയുള്ളവരായി മാറാൻ പ്രയത്നിക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തുള്ള മനുഷ്യരെ രണ്ട് മൂന്ന് വിഭാഗമായി നമുക്ക് വേർതിരിക്കാൻ കഴിയും. ഒന്ന് മതവിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ. രണ്ട് ഈ വിശ്വാസം ഇല്ലാത്ത ആളുകൾ, നിരീശ്വരവാദികൾ എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയും. ഇത് മൊത്തത്തിലുള്ള രണ്ട് വേർതിരിവാണ്. മതവിശ്വാസികളെ തന്നെ വേറെ ചില വകുപ്പുകളായി നമുക്ക് വേർതിരിക്കാം. ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നവർ, ഇന്ന മതങ്ങളിൽ വിശ്വസിക്കാത്തവർ, ഏകദൈവ വിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്ന മതങ്ങൾ, ഒന്നിലേറെ ദൈവങ്ങളെ ആരാധിക്കുന്ന മതങ്ങൾ, ഇങ്ങനെയും വേർതിരിക്കാം. ഇസ്ലാം വിശ്വാസികളെ വേർതിരിക്കുന്നത് പ്രധാനമായും മൂന്ന് വിഭാഗമായിട്ടാണ്. ഒന്ന്, ശരിയായ വിശ്വാസം അറിഞ്ഞ് മനസ്സിലാക്കി അത് വിശ്വസിച്ച് അത് പ്രകാരം ജീവിക്കുന്നവർ, അവരെ നമുക്ക് മുഅ്മിൻ അഥവാ സത്യവിശ്വാസി എന്ന് വിളിക്കാം. ശരിയായ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് ഇതര വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന ആളുകളെ മതത്തിന്റെ സാങ്കേതിക പ്രയോഗപ്രകാരം കാഫിർ എന്ന് വിളിക്കാം, അഥവാ അവിശ്വാസി എന്ന് ആ വാക്കിന് അർത്ഥമുള്ളൂ. ഇസ്ലാമിൽ വിശ്വസിക്കാതെ മറ്റുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ, അവനാണ് കാഫിർ. ഇനി ചില അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിശ്വാസം ഇല്ല, പക്ഷെ വിശ്വാസം ഉള്ളവനെ പോലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി
ചില കാര്യങ്ങൾക്ക് വേണ്ടി അവൻ വിശ്വാസമുള്ളവനെ പോലെ ജീവിക്കും. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഇല്ല. ഈ വിഭാഗത്തെ നമുക്ക് മുനാഫിഖ് അഥവാ കപട വിശ്വാസി എന്ന പേരിൽ വിളിക്കാം. അവന് വിശ്വാസമില്ല, പക്ഷെ അവന്റെ ജീവിതം ഒരു വിശ്വാസിയെ പോലെയാണ്. ഒരു വിശ്വാസിയുടെ ചില പ്രവർത്തനങ്ങളും വിശ്വാസികളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ അവനിൽ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ അത് വിശ്വാസത്തോടു കൂടിയല്ല, മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഈ പറയപ്പെട്ട ആളുകൾക്കിടയിലൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ളത് ഈ പറയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്, അഥവാ കപട വിശ്വാസിയായ ആൾക്കാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ആ നരകത്തിന്റെ സമ്പൂർണമായ ഭീകരത, ആ അടിത്തട്ടാണ് ഒരു മുനാഫിഖിന്റെ കേന്ദ്രം. അവൻ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കുക കൂടി ചെയ്തു. എങ്ങനെ? ഒരു വിശ്വാസിയാണ് എന്ന വ്യാജേന ഒരു വിശ്വാസിയെ പോലെ വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുകയും എന്നാൽ അടിസ്ഥാനപരമായി അവൻ വിശ്വാസമില്ലാത്തവനും ആകുന്നു. അതുകൊണ്ടാണ് അവന് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് മതനിഷേധി എന്ന മലയാള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ആരാണ് മതനിഷേധി? അവനൊരു മതനിഷേധിയാണ് എന്ന് നമ്മൾ ആരെ പറ്റിയാണ് പറയാറ്? ഇസ്ലാം മതം എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അത് കളവാണ്, അത് സത്യമല്ല, അത് പ്രകാരമൊന്നും ജീവിക്കേണ്ടതില്ല, അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് പറയുന്നവനെയാണ് നമ്മൾ മതനിഷേധി എന്ന് വിളിക്കേണ്ടത്. അവൻ മതത്തെ കളവാക്കിയവനാണ്, അവനാണ് മതനിഷേധി. മതത്തെ നിഷേധിച്ചു പറഞ്ഞാൽ മതത്തിനെ കളവാക്കിയവൻ. ആ പറയുന്നത് ശരിയല്ല, മതം തെറ്റാണ്, അത് കളവാണ്. അവനെയാണ് നമ്മൾ മതനിഷേധി എന്ന് വിളിക്കുന്നത്. ആരാണ് മതനിഷേധി? മതം അറിയാത്തവനോ മതം സ്വീകരിക്കാത്തവനോ മറ്റു മതങ്ങൾ പ്രകാരം ജീവിക്കുന്നവനോ അല്ല മതനിഷേധി. മതനിഷേധി എന്നാൽ ഇസ്ലാം മതം അറിഞ്ഞവനാണ്, ആ ഇസ്ലാമിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ആ മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അത് സമ്പൂർണ്ണ സത്യമാണ് എന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ആ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ അവന്റെ ജീവിതത്തിൽ ഇല്ല, അവന്റെ കർമ്മങ്ങളിൽ ഇല്ല. അവൻ ചെയ്യുന്ന ഇസ്ലാമിക കർമ്മങ്ങളാവട്ടെ അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് കേവലം ഭൗതികമായ ചില താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് അവനത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വിഷയത്തെ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഇത്തരം വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി തന്നെ വലിയ ഒരു പേടിയോടുകൂടി ഈ വിഷയങ്ങൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ വളരെ പ്രഗത്ഭരായ ഏറെ ഉന്നതന്മാരായ പ്രവാചകന്റെ സഹാബാക്കൾ പോലും എന്റെ മനസ്സിലുള്ള വിശ്വാസം ശരിക്കുള്ള വിശ്വാസമാണോ അതല്ല കാപട്യം നിറഞ്ഞ വിശ്വാസമാണോ എന്ന് പേടിയോടുകൂടി അവർ ചിന്തിക്കാറുണ്ടായിരുന്നു. പടച്ചോനെ, എന്റെ വിശ്വാസം ശരിയല്ലേ? അത് കളവാണോ, വ്യാജമാണോ? എനിക്ക് ശരിക്കുള്ള വിശ്വാസമില്ലേ? എന്റെ കർമ്മങ്ങൾ എന്താ അങ്ങനെ? എനിക്കെന്താ ശരിക്കൊരു മുഅ്മിനായിട്ട് ജീവിക്കാൻ പറ്റാത്തത് എന്ന പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് നമുക്ക് അവരുടെ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഈ വിഷയം പറയുമ്പോൾ നമ്മൾ വേറെ ഒരാളെയല്ല മനസ്സിൽ കാണേണ്ടത്, നമ്മൾ നമ്മളെ തന്നെയാണ് മനസ്സിൽ കാണേണ്ടത്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിലാണ് നമ്മൾ അളക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓതി വെച്ചത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ, കാണാതെ അറിയുന്ന, മിക്കവാറും ആളുകൾക്ക് അർത്ഥം പോലും അറിയുന്ന ഒരു ചെറിയ അധ്യായം. ഈ അധ്യായത്തിന്റെ പേര് അൽ മാഊൻ എന്നാണ്. അൽ മാഊൻ. മാഊൻ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ ചെറിയ
പ്രത്യുപകാരങ്ങൾ എന്നാണ്. ഒരാള് നിങ്ങളെ കത്തി എന്തെങ്കിലും ചോദിച്ചാൽ ആ കത്തി കൊടുക്കുക, നിങ്ങളെ വീട്ടിൽ ആ കലൊന്ന് തരുമോ, നിന്റെ ചോറ് വെക്കാനുള്ള ആ കലൊന്ന് കൊടുക്കുക, നിങ്ങൾ ആ തുന്നണ സൂചി എന്ന് തരും, ആ സൂചി കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ പ്രത്യുപകാരങ്ങൾക്കാണ് മാഊൻ എന്ന പേര് അറബിയിൽ പറയാറുള്ളത്. ഇനി നമുക്ക് ഈ സൂറത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതനിഷേധിയെ നീ കണ്ടുവോ? മതത്തെ തള്ളിക്കളയുന്ന, മതത്തിനെ കളവാക്കിയ മതനിഷേധിയെ നീ കണ്ടുവോ? പ്രവാചകനോട് ചോദിക്കുക, നീ മതനിഷേധിയെ കണ്ടിട്ടുണ്ടോ? ഇനിയുള്ള വാക്കുകളിൽ മതനിഷേധിയുടെ പ്രാഥമികമായ അല്ലെങ്കിൽ പ്രകടമായ ചില അടയാളങ്ങൾ അല്ലാഹു തആല പറയണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഫദാലികല്ലദീ യദുഉൽ യതീം. അവൻ അനാഥനെ തള്ളിവിടുന്നവനാകുന്നു. അവൻ അനാഥനെ തള്ളിവിടുന്നവനാകുന്നു. വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ. സാധുവായ ദരിദ്രനായ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ അവൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഞാൻ അത് അർത്ഥം ഒന്ന് പറഞ്ഞു പോട്ടോ, എന്നാ വിശദീകരിക്കാൻ എളുപ്പമുണ്ടോ? അപ്പോ നിസ്കരിക്കുന്ന ആളുകൾക്കാവുന്നു സർവനാശം. കാരണം ഈ പറയപ്പെടുന്ന നിസ്കാരക്കാർ അവർ മതനിഷേധികളുടെ നിസ്കാരം നിസ്കരിക്കുന്നവരാണ്. അവരുടെ നിസ്കാരം മുഅ്മിനിന്റെ നിസ്കാരമല്ല, അത് മതനിഷേധിയുടെ നിസ്കാരമാണ്. എന്താണ് നിസ്കാരത്തിന്റെ വ്യത്യാസം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ അവരുടെ നമസ്കാരത്തിനെ അശ്രദ്ധമായി നിർവഹിക്കുന്നവരാണ്. ഞാൻ വിശദീകരിക്കാം. അല്ലദീന അവർ ഹും യുറാഊൻ. അവർ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആളുകൾ കാണണം, ആളുകളുടെ അംഗീകാരം, പ്രശംസ, അത് കൊതിക്കുന്നവരും അതിനു വേണ്ടി ശ്രമിക്കുന്നവരും ആണ്. വയംനഊനൽ മാഊൻ. അവർ ചെറിയ ചെറിയ പ്രത്യുപകാരങ്ങൾ, ഒരു നഷ്ടവുമില്ലാത്ത പ്രത്യുപകാരങ്ങൾ ചെയ്യേണ്ട അവസരത്തിൽ പോലും അത് ചെയ്യാതെ അവരത് തടഞ്ഞു വെക്കും, മൂടി വെക്കും, അത് ചെയ്യൂല. ഈ പറയപ്പെട്ട കാര്യങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അനാഥരെ തള്ളിക്കളയുന്നു. 2, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. 3, അശ്രദ്ധനായി നിസ്കരിച്ചു. 4, കാര്യങ്ങൾ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ കൂലി അത്ര പ്രസക്തല്ല, ആളുകളുടെ അറിവും അംഗീകാരവുമാണ് പ്രധാനം. 5, ഒരു ചെറിയ കാര്യത്തിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ അവന്റെ മനസ്സ് അവനെ അനുവദിക്കുന്നില്ല. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവൻ വിശ്വാസിയാണ് എന്ന് പറയുന്നത് വ്യാജമാണ്. അവൻ കള്ളനാണ്. അവന്റെ വിശ്വാസം കളവാണ്. അവന്റെ വിശ്വാസം വ്യാജമാണ്. അവൻ കപട വിശ്വാസിയാണ്. അവൻ മതനിഷേധിയാണ്. ഇനി നമുക്ക് ഈ സൂറത്ത് പറയും എന്തുകൊണ്ടാണ് ഈ അടയാളങ്ങളുള്ള ഈ പറയപ്പെട്ട ആളുകൾ നോക്കിങ്ങള്. ഈ പറയപ്പെട്ട ആളുകൾ ഓരോ പേര് മുസ്ലിം ആവാം, ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്നവരാവാം, ഒരു മുസ്ലിമിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നവരാവാം, ഹജ്ജും ഉംറയും സക്കാത്തും നോമ്പും ഒക്കെ ഉള്ളവരാവാം. പക്ഷെ അവരെയാണ് ഖുർആൻ ഇവിടെ മതനിഷേധി, വ്യാജ വിശ്വാസി എന്ന് പരിചയപ്പെടുത്തിയത്. എന്താ കാരണം? അതുകൂടി പഠിക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. ഒന്നാമത്തെ അടയാളമായി അള്ളാഹു പറഞ്ഞത് അവർ അനാഥരെ ആട്ടി ഓടിക്കുന്നവരാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു വിശ്വാസി, ആ വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ തേട്ടം എന്താ? എനിക്ക് സ്വർഗം കിട്ടണം, ഞാൻ നരകത്ത് പോകരുത്, അല്ലേ?
ഒരു വിശ്വാസിയുടെ മനസ്സിലെ ഏറ്റവും വലിയ തേട്ടം, അവൻ വിശ്വാസി ആവാനുള്ള കാരണം തന്നെ എന്താണ്? സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെ ആ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവൻ ചെയ്യും. അവന്റെ വിശ്വാസം ആത്മാർത്ഥതയുള്ള വിശ്വാസം. ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാള് റോഡ് സൈഡിൽ ഫ്രൂട്ട്സ് വിൽക്കുക. അയാളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 1 കിലോ നല്ല ഓറഞ്ച് വേണം. അയാൾ നല്ല തെരഞ്ഞ് വളരെ നല്ല 1 കിലോ ഓറഞ്ച് അയാൾക്ക് കൊടുക്കുക. അത് കൊടുത്ത് കീസിലൊക്കെ ഇട്ട് തൂക്കി പിടിച്ചപ്പോൾ അയാൾ പറയണേ, അല്ലെങ്കിൽ എനിക്ക് ഓറഞ്ച് വേണ്ട, എനിക്ക് ആപ്പിൾ മതിയാണ്. കച്ചവടക്കാരതൊക്കെ പൊട്ടി അവൻ ആ കീസൊന്ന് പൊട്ടി അയാൾ വേറെ കീസിൽ ആപ്പിൾ തെരഞ്ഞിട്ട് ഇയാൾക്ക് കൊടുക്കുക. എല്ലാം തൂക്കി കണക്കാക്കിയപ്പോൾ അയാൾ പറയാം, അല്ലെങ്കിൽ എനിക്ക് ആപ്പിൾ വേണ്ട, എനിക്ക് മറ്റേ ആ സാധനം മതി. ഒരു 4-5 വട്ടം അയാൾ മാറ്റിച്ചു. ഈ കച്ചവടക്കാരൻ ആത്മാർത്ഥതയുള്ളവനും തന്റെ സാധനങ്ങൾ ഏത് നിരക്കാണെങ്കിലും അത് വിറ്റഴിക്കണമെന്ന് താല്പര്യമുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ ക്ഷമയോടുകൂടി 6ാമത്തെ പ്രാവശ്യം ഇയാൾക്ക് നോക്കിക്കൊടുക്കും. ഒരു വെറുപ്പിന്റെ ഒരു വർത്താനം പറയില്ല. കാരണം അയാൾ ഈ സാധനം വിൽക്കാൻ നിൽക്കണവരാ. എല്ലാ വരുന്ന ആൾക്കാരും നല്ല മനുഷ്യന്മാരാവില്ല, പല ജാതി വരും. എനിക്ക് എന്റെ സാധനം വിൽക്കണം, അതിന് ക്ഷമിക്കാനും താഴാനും ഇത്തിരി തെറി കേൾക്കാനും ഒക്കെ മൂപ്പർ റെഡി. എന്നാൽ ആ സാധനം വിൽക്കാൻ നിൽക്കുന്ന ആള് മുതലാളിയല്ല, കൂലിക്കാരനാണെങ്കിൽ ഓൻ 2 വട്ടം മാറ്റി കൊടുക്കും. പിന്നെ നമ്മൾ പണിയാക്കി പറയും, ഓനത് വിറ്റോളണമെന്നില്ല, ഓന് വൈകുന്നേരം കൂലി കിട്ടും. ഒരു കാര്യത്തിലെ ആത്മാർത്ഥത അങ്ങനെയാണ്. എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന കൊതി എനിക്കുണ്ടെങ്കിൽ, അഥവാ ശരിയായ ഈമാൻ എന്റെ മനസ്സിലുണ്ടെങ്കിൽ, അള്ളാന്റെ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എന്റെ മുമ്പിൽ കിട്ടുന്ന ഒരു സന്ദർഭവും ഞാൻ ഒഴിവാക്കില്ല. വെള്ളത്തിൽ മലവെള്ളത്തിലേക്ക് വീണുപോയ ഒരാള് ആ വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു പുൽക്കൊടി, അത് പുല്ലാണ്, അത് പിടിച്ചതിന്റെ ഒപ്പം പോരുന്നറിഞ്ഞാലും ഓൻ ആ പുല്ലും ഒന്ന് പിടിച്ചു നോക്കും. അഥവാ പിടുത്തം കിട്ടിയാലോ അത് രക്ഷപ്പെടാൻ അവന്റെ ത്വരയാണ്. ഇവിടെ അനാഥനായ ഒരാളെ നമ്മുടെ മുമ്പിൽ സംരക്ഷിക്കാൻ കിട്ടിയാൽ ആ ഒരൊറ്റ കുട്ടി മതി നമുക്ക് സ്വർഗത്തിലെത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന വകാഫിറുൽ യതീം ഫിൽ ജന്നതി ഹകദ. ഞാനും ഒരു അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുന്നവന് ഒപ്പം നിൽക്കുന്നു. അല്ലേ? വീടുകളിൽ ഏറ്റവും നല്ല വീട് അനാഥനായ കുട്ടിയോട് നീതി കാണിക്കുന്ന വീടാകുന്നു. വീടുകളിൽ ഏറ്റവും മോശപ്പെട്ട വീട് അനാഥ കുട്ടികളോട് മോശമായി പെരുമാറുന്ന വീടാകുന്നു. അനാഥ കുട്ടികളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങൾ ലാളിക്കരുത്, അവരെ കളിപ്പിക്കരുത്. ഇതൊക്കെ നല്ല വാക്കാണ്. ഒരു അനാഥ കുട്ടി പെങ്ങളെ കെട്ടിച്ച് പറഞ്ഞാൽ ശരി, പെങ്ങളെ ഭർത്താവ് മരിച്ചു, കുട്ടികൾ നമ്മളെ പരിഹരിക്കും വന്നു. ഞമ്മക്കൊണ്ട് കുട്ടികള് പെങ്ങളെ കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ആ വീട്ടില് കുട്ടികളെ വളർത്തുന്നിടത്തൊരു വ്യത്യാസം ഉണ്ടാവും. അവിടെ നമ്മുടെ സ്നേഹം നമ്മുടെ മക്കളെക്കാൾ മികച്ചു കിട്ടേണ്ടത് ഈ അനാഥനാണ്. കാരണം നമുക്ക് സ്വർഗം വേണ്ടത്. ആ സ്വർഗത്ത് പോകാൻ ഈ അനാഥ കുട്ടികളാണ് ഏറ്റവും ഏറെ എനിക്ക് ഉപകരിക്കുക. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. എന്നാൽ അങ്ങനെ സ്വർഗത്ത് പോകാൻ ഒരു ടിക്കറ്റായി അല്ലാഹു തആല ഒരു അനാഥ കുട്ടിയെ നമ്മുടെ മുമ്പിൽ പറഞ്ഞയച്ചിട്ട് ആ അനാഥ കുട്ടിയോട് മോശമായി പെരുമാറിയാൽ നമ്മുടെ സ്വർഗമാണ് നമ്മൾ കളയുന്നത്. ഇത്തിരി വിശ്വാസമുള്ള ഒരാള് അത് ചെയ്യുമോ? നരകത്തേക്കാ നമ്മൾ പോണേ. ഒരു ഇത്തിരി നരകത്തെ പേടിക്കുന്ന ആള് ആ പണി എടുക്കൂല. അപ്പോ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അനാഥ കുട്ടിയോട് മോശമായിട്ട് ഒരാൾ പെരുമാറിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ഓന്റെ വിശ്വാസം വ്യാജാണ്. ഓന്റെ വിശ്വാസം ഒറിജിനൽ ആണെങ്കിൽ ആ കുട്ടിയെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുമായിരുന്നു. കാരണം അവന്റെ സ്വർഗമാണ് ആ കുട്ടി, അവന്റെ സ്വർഗത്തിന്റെ താക്കോലാണ് ആ കുട്ടി. ആ കുട്ടിയെ അവൻ തള്ളിക്കളഞ്ഞത് ഓന് സ്വർഗത്തിൽ വിശ്വാസമല്ല, നരകത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാ. അഥവാ ഓൻ വിശ്വാസിയെ പോലെ പള്ളിക്ക് 1ാമത്തെ സഫിലൊക്കെ നിസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓന്റെ ഈമാൻ വ്യാജമാണ്, അവന്റെ ദീന് കളവാണ്.
അവൻ വ്യാജ വിശ്വാസിയാണ്. 2 വലാ യഹുല്ലു അലാ ദുആഇൽ മിസ്കീൻ. വിശക്കുന്ന ഒരുത്തന് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല ഇവിടെ പറഞ്ഞേ. ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. പക്ഷേ അങ്ങനെ വിശന്ന് വരുന്നവന് ഭക്ഷണം കൊടുക്കാൻ അവൻ പ്രോത്സാഹിപ്പിച്ചില്ല. അവിടെ സാധു കുമ്പണ്ട് ഓരോ വീട്ടിൽ പട്ടിണി കേട്ടോ, നമുക്കൊരു ഭക്ഷണത്തിന്റെ കിറ്റ് ഉണ്ടാക്കി ഓരോ വീട്ടിൽ കൊണ്ടേ കൊടുക്കല്ലേ. കൊടുക്കാൻ ഓരത്തില്ല. പക്ഷെ ഉള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ആ സാധുവിന് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കൊടുക്കാൻ ഓൻ ശ്രമിച്ചില്ല. ഓനറിയാം ഓന്റെ അയലോകത്ത് പട്ടിണിക്കാരുണ്ട്, ഓന്റെ മുമ്പിൽ പട്ടിണിക്കാരുണ്ട്, ഓന്റെ അപ്പുറത്ത് പട്ടിണി ഉണ്ട്, ഓനറിയാം. പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു താല്പര്യവും അവൻ കാണിച്ചില്ല. അവൻ മതനിഷേധി എന്ന് പറഞ്ഞു. എന്താ കാരണം അറിയാം? എന്താ കാരണം അറിയാം? ഒരു വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ നാളെ സ്വർഗത്തിൽ വിശിഷ്ടമായ ഭക്ഷണം അല്ലാഹു അവനെ ഒരുക്കി വെക്കുന്ന. ഒരു വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അതിന്റെ കൂലി എത്ര വലുതെന്ന് അറിയാം. സ്വന്തം വീട്ടിൽ പട്ടിണിയായിട്ടും ചെറിയ കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അതെടുത്ത് തന്റെ വീട്ടിലേക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു വന്ന യാചകന്റെ വിശപ്പ് മാറ്റിയ കഥ നമ്മുടെ ഹദീസിൽ പഠിക്കാറുണ്ട്. നോക്കൂ, അല്ലാഹു തആല പറയണേ, നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോഴേ അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് വിശന്നപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാഞ്ഞത്? അല്ലാഹു ചോദിക്കുക നമ്മളോട്, എനിക്ക് വിശന്നപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാഞ്ഞത്? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടൊരു മറുചോദ്യം, അല്ലാഹുവേ നിനക്ക് വിശക്കുക, റബ്ബുൽ ആലമീനായ നിനക്ക് വിശക്കുക, നിനക്കെങ്ങനെ ഞാൻ ഭക്ഷണം തരാ? അപ്പൊ അല്ലാഹു പറയുന്ന, വിശക്കുന്ന വയറുമായി ഇന്ന ആള് നിന്റെ മുമ്പിൽ വന്നപ്പോ, അതാരും ആവാം, ജാതിയാവാം, മതമാവാം, ഏതാവാം, വിശക്കുന്ന വയറുമായി ഒരാള് നിന്റെ മുമ്പിൽ വന്നപ്പോ അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നു എങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. അഥവാ അത് അല്ലാഹുവിന് നമ്മൾ ഭക്ഷണം കൊടുത്തതുപോലെ അല്ലാഹു തആല സ്വീകരിക്കുമായിരുന്നു. നമ്മളൊക്കെ മുമ്പിൽ AC കാറിന്റെ ചില്ല് പോലും താത്താതെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ ചില്ലുമ്പോ ഇങ്ങനെ കൊട്ടിയിട്ട് വയറ് അമർത്തിപ്പിടിച്ചിട്ട് ചില ആൾക്കാർ പറയും, അമ്മ വിശക്കുന്നു, വണ്ടി ഒരു ചവിട്ട. ഇതൊക്കെ അറിയോ? ആരെയാണ് നമ്മളെ ആട്ടിവിട്ട്? ആരെ ആട്ടിവിട്ട്? പടച്ചോൻ പറഞ്ഞയച്ചത് അവനെ നമ്മളെടുത്ത് കടച്ചില്ലേ? ഓന്റെ വീട്ടില് 6 മാസം തിന്നുള്ള അരി ഞാൻ ഇപ്പൊ തന്നെ സ്റ്റോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാനൊക്കെ ഓന്റെ വീട്ടിലുണ്ട്, ചെന്നോക്ക് എന്ന് പറഞ്ഞ് നമ്മളെ മുമ്പ് ഓനെ പറഞ്ഞയച്ചേ പടച്ചോനാ. ഓനെയാണ് നമ്മൾ ആദ്യം വിട്ട് കൊടുത്തില്ല. എന്നിട്ട് അന്ന് അന്തിക്ക് പാത്രം കഴുകി നമ്മൾ പുറത്തേക്ക് തട്ടിക്കളഞ്ഞ ചോറുണ്ടെങ്കിൽ എത്ര ആളെ വിഷമം മാറും അല്ലേ? അപ്പോ സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ മനുഷ്യന്റെ മുമ്പിൽ വിശക്കുന്ന ഒരു മനുഷ്യൻ വന്നാൽ ചോറ് കൊടുക്കാതെ വിടൂല, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ. അഥവാ ഓനെ ഭക്ഷണം കൊടുക്കാതെ ആട്ടി വിടുന്നുണ്ടോ, അതിന്റെ അർത്ഥം എന്താ അറിയാം? ഓന്റെ വിശ്വാസം ഒറിജിനൽ അല്ല, ഒന്നാം നമ്പർ ഡ്യൂപ്ലിക്കേറ്റ്, വ്യാജം. മൂന്നാമത്തെ അടയാളം, ഓര് നിസ്കരിക്കും, ചിലപ്പോ 5 വക്ത് നിസ്കരിക്കും, ചിലപ്പോ പള്ളിക്ക് 1-ാമത്തെ സഫിൽ വന്ന് നിസ്കരിക്കും, ഒറ്റ നിസ്കാരം ഒഴിവാക്കൂല, കറക്റ്റ് നിസ്കരിക്കും. പക്ഷെ ഓൻ കള്ളനാ. എന്താ കള്ളത്തരം? ഓൻ നിസ്കരിക്കുമ്പോ ഓന്റെ ഉള്ളില് ഞാൻ അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അള്ളാ എന്നെ നോക്കുന്നുണ്ട്, അള്ളാന്റെ നിസ്കാരത്തെ വിലയിരുത്തുന്നുണ്ട് എന്ന ഒരു വിശ്വാസം ഓന്റെ മനസ്സിലില്ല. ഓൻ നിസ്കരിക്കാൻ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, കോട്ടാ വിടും, എന്തേലൊക്കെ ആലോചിക്കും, അങ്ങനെ നിസ്കാരത്തിന്റെ കർമ്മങ്ങളൊക്കെ കാട്ടിക്കൂട്ടും. ഓൻ ഇറങ്ങിപ്പോകും. ഓന്റെ നിസ്കാരത്തില് ഏകാഗ്രതല്ല, തെക്കുവല്ല, ഭക്തിയില്ല, ഞാൻ അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണെന്നില്ല, ബോധമല്ല, ഒന്നുമില്ല. നിസ്കാരത്തിന്റെ സമയം അവന് പ്രശ്നമല്ല, നിസ്കാരത്തിൽ ധരിച്ച വസ്ത്രങ്ങളോ അവന് പ്രശ്നമല്ല, ഒന്നും എടുത്തുക്കണോ ഇല്ലെന്നില്ല അവന് പ്രശ്നമല്ല, അശുദ്ധി ഉണ്ടോ ഇല്ല എന്നൊരു പ്രശ്നമല്ല, എന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടോ ഇല്ല എന്നുള്ള അവന് പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. ഓൻ പേരും നിസ്കരിക്കും, തോന്നും പോലെ നിസ്കരിക്കും, തോന്നുമ്പോ നിസ്കരിക്കും, തോന്നിയതുപോലെ നിസ്കരിക്കും. അത്തരം നിസ്കാരക്കാര് 1-ാം നമ്പർ മതനിഷേധിയാണ്. സ്വഹാബത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അവർ നിസ്കരിക്കുമ്പോ
ഓരോ എഴുത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഓരോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളം തിളക്കുന്നത് പോലുള്ള ഒച്ച ഇങ്ങനെ കേൾക്കാം. പേടിപ്പച്ച. അവരെ നൃത്തം കണ്ടാല് ഓരോ തലയിൽ ഒരു കിളി വന്നിരിക്കുന്നുണ്ട് തോന്നുന്ന അനങ്ങാതെ ഓരോ നോട്ടം സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രം. അതാണ് നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അവരുടെ ഹൃദയം എടുത്ത് ഒരു അള്ളാന്റെ മുമ്പേക്കാണ് വെച്ചു കൊടുത്തേക്കാണ്. ആ ഹൃദയത്തിൽ അല്ലാതെ വേറെ ആരുമില്ല. ആ ഹൃദയത്തിൽ അള്ളാന്റെ കൽപ്പന അല്ലാതെ വേറെ ഒന്നുമില്ല. ഹൃദയം ആണ് വെച്ചു കൊടുത്തേക്ക. അതാണ് ഒറിജിനൽ നിസ്കാരം. ഡ്യൂപ്ലിക്കേറ്റ് നിസ്കാരമാണ്. നിസ്കരിക്കാനാണ് കയ്യാണ് കെട്ടിയാൽ ഓന്റെ മനസ്സൊന്ന് വയ്ക്ക്, ഓന്റെ ചിന്തന വയ്ക്ക്, ഓന്റെ പ്രവൃത്തി വേറൊന്ന്. എന്താ ഓതിയത്, എന്താ ചെല്ലിയത്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ അവരുടെ നിസ്കരിക്കും. പക്ഷെ ആ നിസ്കാരം അശ്രദ്ധമായ നിസ്കാരം. എന്താ അശ്രദ്ധമായ നിസ്കാരം? 5 നിലക്കുള്ള അശ്രദ്ധ എന്ന് പറഞ്ഞേ. ഒന്ന്, സമയം ഒരു പ്രശ്നമല്ല. എപ്പോഴേക്ക് നിസ്കരിക്കും, തോന്നുമ്പോൾ നിസ്കരിക്കും. ശരിക്കും എപ്പോഴാണ് നിസ്കരിക്കേണ്ട കാര്യങ്ങള്? ബാങ്ക് കേട്ടാൽ പിന്നെ നമുക്ക് സാധിക്കുന്ന ആദ്യത്തെ സമയത്താണ് നിസ്കരിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞോട്ടേക്കല്ല, ഫസ്റ്റ് ടൈം. അതാ നിസ്കാരത്തിന്റെ സമയം. പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടെയൊക്കെ ആവാം. സമയം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് കളാ വീട്ടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് സമയം, 2 നിസ്കാരത്തിന്റെ ശബ്ദം പറഞ്ഞൊന്നും നോക്കൂല. ശരിക്കും കിബിലക്ക് നേരെയാണ് ഞാൻ തിരിഞ്ഞിരുന്നത്. എന്റെ ഔറത്തൊക്കെ മറിഞ്ഞിട്ടുണ്ടോ? ചില ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കുമ്പോ സുജൂദിന്റെ റുക്കൂവിന്റെ ഒക്കെ സമയത്ത് ടീഷർട്ടൊക്കെ പൊന്തിയിട്ട് ഔറത്തിന്റെ അങ്ങേയറ്റം വരെ കാണും. ബാക്കിൽ ഓൻ ശ്രദ്ധിക്കൂല. ഓനറിയണല്ലോ ഈ അരക്കൊപ്പുള്ള കുപ്പായിട്ടാല് കുമ്പിടുമ്പോ എന്തായാലും അത് പ്രത്യേകിച്ചും ടീഷർട്ടൊക്കെ ആണെങ്കിൽ അത് മേലേക്ക് വലിയുമ്പോ എന്റെ പാന്റിന്റെയും ഷർട്ടിന്റെയും ഇടയിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നില്ല. അവനറിയില്ലേ? ഇടക്കിടക്കോ താത്തലൊക്കെ ഉണ്ട്. പക്ഷെ ഈ വലിപ്പത്തിൽ നിസ്കരിച്ചാല് എന്റെ സുജൂദ് റുക്കുവും എന്റെ നിസ്കാരം കളയുന്നു മനസ്സിലാക്കണം. ആചാര്യ വലിപ്പമുള്ള കുപ്പായിട്ട് നിസ്കരിക്കരുത്. ചില ആൾക്കാരെ തുണി കനം കുറഞ്ഞ തുണിയക്കാരൻ, ഓന്റെ കാലിന്റെ തൊടയിലെ രോമം പോലും നിസ്കാര സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ കാണാം. ഇതൊക്കെ നിസ്കാരത്തെ കളയുന്ന സംഗതിയാ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഓൻ നിസ്കരിക്കും. അല്ലാഹ് വന്നിട്ട് ബാങ്കൊക്കെ ഉറക്കെ കൊടുത്തിട്ട് തക്ബീറൊക്കെ അല്ലാഹു അക്ബർ ഭയങ്കര നിസ്കാരക്കാരൻ. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യമൊന്നും ശ്രദ്ധിക്കൂല. അത് അശ്രദ്ധമായ നിസ്കാരത്തിന്റെ 2ാമത്തെ രൂപമാണ്. അശ്രദ്ധമായ നിസ്കാരത്തിന്റെ 3ാമത്തെ രൂപം തരങ്ങള് നിസ്കാരത്തിലുള്ള കർമ്മങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ഇപ്പൊ തക്ബീർ എങ്ങനെ കെട്ടണ്ടേ? അത് ചുമലിന്റെ നേരെ അല്ലെങ്കിൽ ചെവിയുടെ നേരെ. ഇതാണ് അതിന്റെ പൊസിഷൻ. വിരല് നിവർത്തി പിടിച്ചിട്ട് ഈ പൊസിഷനിൽ അല്ലാഹു അക്ബർ, ഓന്റെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ. എങ്ങനെയും നബി പഠിപ്പിച്ച എന്താ? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കണത് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അത് ഹദീസിലുണ്ട്. നബി എങ്ങനെ നിസ്കരിച്ചേ, റുക്കൂവിൽ എങ്ങനെ, സുജൂദിൽ എങ്ങനെ, നൃത്തത്തിൽ എങ്ങനെ ഒക്കെ ഉണ്ട്. അതുപോലെ നിസ്കരിക്കട്ടെ. നമുക്ക് തോന്നിയ കഥയിലുള്ള നിസ്കാരമല്ല അല്ലേ? അപ്പൊ 3ാമത്തെ അശ്രദ്ധ അതാണ് നിസ്കാരത്തിന്റെ രൂപം ഭാവം. 4ാമത്തെ അശ്രദ്ധ എന്താ പറയുന്നത്? നിസ്കാരത്തിൽ എന്താണ് ചൊല്ലണത്, എന്താണ് പറയണത്, എന്താ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കണത്, ഇതൊന്നും ഓനറിയില്ല. ഇതൊന്നും ഓനറിയില്ല. എന്തോ അറബിയിൽ പഠിച്ചു വെച്ചിട്ട് അതങ്ങനെ ചെല്ലുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നോ എന്താ അതിന്റെ ലക്ഷ്യമെന്നോ അതൊന്നും ഓനറിയില്ല. ആ ചെല്ലുന്നുണ്ട്. അതൊരു അശ്രദ്ധ. 5ാമത്തെ അശ്രദ്ധ എന്താ പറയുന്നത്? നിസ്കരിക്കാൻ നിന്നാല് മനസ്സിനെ നിസ്കാരത്തിലേക്ക് കൊടുക്കൂല. മനസ്സിനെ കയറി വിടുക. ആ മനസ്സ് പല വഴിക്ക് പോകും. സത്യത്തില് ഒരു മനുഷ്യൻ വെറുതെ നിൽക്കുമ്പോൾ അവന്റെ മനസ്സ് പോവും. അത് ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ പോയ മനസ്സിനെ ഇടക്കിടക്ക് കെട്ടി പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒരു ജിഹാദാണ് എന്ന് റസൂൽ പറഞ്ഞു. നിസ്കരിക്കാൻ നിന്നാലേ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പിശാച് വരുന്ന ഓന് മനസ്സിനെ വിട്ടുകൊടുക്കാതെ ഇടക്കിടക്കെങ്കിലും ആ മനസ്സിനെ നോക്കിയ നിസ്കാരത്തിലാട്ടോ ഒന്നും കെട്ട് പിടിച്ചു കൊണ്ടുവരാനെങ്കിലും ശ്രമിക്കണം. അല്ലെങ്കിൽ അത് അശ്രദ്ധമായ നിസ്കാരം. ഈ നിസ്കാരങ്ങൾ സത്യവിശ്വാസിന്റെ നിസ്കാരമല്ല, യഥാർത്ഥ വിശ്വാസിന്റെ നിസ്കാരമല്ല. ഇത്
വ്യാജ വിശ്വാസിന്റെ നിസ്കാരം, കള്ളമതക്കാരന്റെ. ഓന്റെ ഉള്ളിൽ വിശ്വാസമല്ല, പക്ഷെ ഇത്ര കെട്ടിക്കണ്ടേ, നാട്ടിലിങ്ങനെ മരിച്ച മയ്യത്തൊക്കെ പറയണ്ടേ, മുസ്ലിം സമുദായത്തിൽ ജീവിക്കണ്ടേ, അതിനുമായിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടി നിർവഹിക്കുന്ന ഒരു മുനാഫിക്കിന്റെ സഹചാരിയാണ് അവൻ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലേ? അപ്പോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ജാടയല്ല, അതൊരു കാട്ടിക്കൂട്ടലല്ല, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നിട്ട് ഉണ്ടാവേണ്ട സാധന. അത് മനസ്സിന്റെ ഉള്ളിലില്ലാതെ പുറത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് വ്യാജമാണ്, അത് ഒറിജിനൽ അല്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വബിൽ ഫായിസീന ബില്ലാഹ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുക. നാലാമത്തെ അടയാളം പറഞ്ഞത് അല്ലദീനഹും യുറാഊൻ. ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മിൻഹും മാ നവാ. ഇത് മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒന്നാമത്തെ ഹദീസ് ഈ ഹദീസാണ്. എന്താ അർത്ഥം? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് മനുഷ്യന്റെ ഏത് പ്രവൃത്തി അത് ഇസ്ലാം പരിഗണിക്കുന്നത് ഓന്റെ നിയ്യത്തിനെ അനുസരിച്ചാണ്. ഫഇന്നമാ ലികുല്ലി ഇംറിഇൻ മിൻഹും മാ നവാ. ഏത് മനുഷ്യനും ഓന് എന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല കൂലി, ഓന്റെ നിയ്യത്ത് എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ അടുത്ത് കൂലി. ഞാനൊരു കാര്യം ചെയ്യുമ്പോ അള്ളാന്റെ കൂലി എനിക്ക് കിട്ടണം, അതിനും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന നിയ്യത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിന് അള്ളാന്റെ കൂലി കിട്ടും. അല്ല, ഇത് ചെയ്യുന്നത് എന്റെ കുടുംബത്തിൽ എല്ലാവരും ചെയ്തിട്ട് ഞാൻ മാത്രം ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണ്, അതുകൊണ്ട് എന്റെ വക കിടക്കട്ടെ എന്ന് വിചാരിച്ചാണെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും അറിയും, അള്ളാന്റെ കൂലി കിട്ടില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു ഔദാര്യവാനാവണം, ദാനശീലനാവണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നെ പരിഗണിക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ പരിഗണിക്കും, അള്ളാഹ് പരിഗണിക്കൂല. ആൾക്കാർ എന്നെ പറ്റി ഓരോ ഔദാര്യവാനാണ് കേട്ടോ എന്ന് പറയണം എന്നാണെങ്കിൽ ആൾക്കാർ അങ്ങനെ പറയും, അള്ളാഹ് പറയില്ല. നമ്മുടെ വിചാരണ നടക്കുമ്പോ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ കുറെ പുസ്തകങ്ങൾ മലക്കുകൾ അവിടെ കൊടുന്നത്രേ. നമ്മുടെ അജ്ജു ഉംറയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ സക്കാത്ത് ഉംറയൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അള്ളാഹ് മലക്കുകളോട് പറയും ആ പുസ്തകം എടുത്ത് വലിച്ചെറിയും. അപ്പൊ മലക്കുകൾ പറയും, പഠിച്ചോനെ ആ പുസ്തകത്തിൽ മോശം കാര്യമല്ല, അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ അതിലുണ്ട്, അയാളെ ഹജ്ജ്, അയാളെ ഉംറ, അയാളെ സക്കാത്ത്, അതൊക്കെയാണ് റബ്ബേ അതിലുള്ളത്. അള്ളാന്റെ മറുപടി എറിയത്. അത് അവൻ ചെയ്തപ്പോ, ഒന്ന് ചെയ്തപ്പോ പോലും ഇന്റെ കൂലി കിട്ടണമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനിവിടെ പ്രസക്തി ഇല്ല, എറിയതെന്ന. അത് അള്ളാഹ് നോക്കുന്നല്ല, മറിച്ചു നോക്കുന്നല്ല. അല്ലേ? യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എന്റെ കർമ്മങ്ങളുടെ കൂലി അള്ളാഹിനെയൊക്കെ കിട്ടണമെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലേ ഓന്റെ മനസ്സിൽ വേറൊരു നീയത്ത് ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ വലിയ സംഖ്യ കയ്യിൽ രഹസ്യമായിട്ട് കൊണ്ടുവരും, എന്നിട്ട് പറയും പ്രാർത്ഥിക്കണം കേട്ടോ, ആരും അറിയണ്ട. അതെന്താ? കള്ളപ്പണായിട്ടല്ലേ, പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടല്ല, അതുപോലെ മനസ്സിന്റെ തെക്കുവയാ. വേറെ ഒരാൾ കണ്ടാല് അതിപ്പോ ഞാൻ അയാളെ സഹായിക്കുന്നുണ്ട് മൂപ്പർക്ക് തോന്നിക്കാണ്ട് എന്തിനാ പിന്നെ അമല് കളയണേ? അല്ലേ? അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ അള്ളാന്റെ കൂലി അതിന്റെ അപ്പുറത്തേക്ക് നീയത്ത് ഉണ്ടാവണ്ട. ഉണ്ടായാല് നമ്മുടെ വിശ്വാസം വ്യാജമാവും, ശരിയാവില്ല, കളവാവും. അവസാനത്തേത് ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ വലിയൊരു പുണ്യകർമ്മ. നീ ഒരാളെ സഹായിക്കാൻ അയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തിയാവുന്നത് വരെ അള്ളാഹു നിനക്ക് വേണ്ടി ഒരു മലക്കിനെ നിശ്ചയിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരാളെ ഇറങ്ങി ആശുപത്രി കൊണ്ടുപോയാല് രക്തം വേണം, പരിശോധിക്കണം, എല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വരെ നമ്മൾ അയാളെ കൂടെ ചുറ്റിപ്പറ്റി നടക്കേണ്ടി വന്നാലേ അന്ന് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹ് ഒരു മലക്കിനെ നിശ്ചയിക്കുന്നു. ചില്ലറയാണ് അല്ലേ?
ഒരു മനുഷ്യന്റെ ഒരു പ്രയാസം ഈ ഭൂമിയിൽ നീ പരിഹരിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് നിന്റെ ഒരു പ്രയാസം അള്ളാഹ് പരിഹരിച്ചിരുന്നു. ദുനിയാവിലെ പ്രയാസം ചെറുതല്ലേ, പക്ഷെ പരലോകത്തിലെ പ്രയാസം ചെറുതല്ലല്ലോ. അത് പരിഹരിക്കാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ. അത് അള്ളാഹ് പരിഹരിച്ചിരുന്നു. ഇതാണ് ഒരു വിശ്വാസിന്റെ മനസ്സ്. അതുകൊണ്ട് ചെറിയ ഒരു കാര്യത്തിന് പോലും മറ്റുള്ളവരെ സഹായിക്കേണ്ട അവസ്ഥ വന്നാൽ ഓൻ സഹായിക്കും. അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കൂല. അത് ഞാൻ ചെയ്തോളാം, ഞാൻ സഹായിച്ചോളാം, ഞാൻ കൊടുത്തോളാം. കാരണം അത് വലിയൊരു കാര്യമാണ് സ്വർഗത്തേക്ക് എത്താൻ. പക്ഷെ വിശ്വാസം ശരിയല്ലാത്ത ആളാണെങ്കിലേ ഓന് തോന്നൂല. അപ്പൊ എന്താ ഓന് കൊടുത്തിട്ട് ഇന്നെ കൊണ്ടൊരു ഉപകാരം കിട്ടിയിട്ട് ഓനെങ്ങനെ അല്ലേ നമ്മളെ മതിലുമേ അല്ലെങ്കിൽ നമ്മളെ മതിലിന്റെ സൈഡില് ഒരാള് ഒരു വണ്ടി പാർക്ക് ചെയ്തു, ഒരു ദിവസം നിർത്തി, അപ്പല്ല രണ്ടാമത്തെ ദിവസം നിർത്തിയാൽ നമ്മളെ അസൂയ. അങ്ങനെ എന്റെ സ്ഥലത്ത് വണ്ടി നിർത്തിക്കണ്ടേ മോ സൂഹിക്കണ്ട. പിറ്റേന്ന് നമ്മള് വലിയൊരു കല്ല് അവിടെ മതിലിന്റെ അവിടെ മോ സൂഹിക്കണ്ട. ഒന്നും എത്രപ്പോ നിർത്തിയിട്ട് നമുക്ക് ഒന്നും പറ്റൂല. പക്ഷെ ഓൻ വേണ്ടത് അല്ലേ, ഓന്റെ അൻ്റെക്കത്ത് 10 റുപ്യ വാങ്ങിയിട്ടേ ഓൻ അതോടെ കച്ചവടം ചെയ്യണ കച്ചവടം ചെയ്യാൻ വാങ്ങിയ ഞാൻ തരുന്നോ അത് ഇഞ്ഞു കൊടുക്കൂല. എന്തേ അങ്ങനെ കച്ചവടം ചെയ്ത് ഓൻ എന്തെങ്കിലും കയറ് കിട്ടിയാലോ അത് എനിക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. എന്റെ മനസ്സ് പറഞ്ഞ അസൂയന്റെ കൊട്ടയല്ലേ. ഒരു പാത്രം ചോദിച്ചു, ഒരു ദിവസം കൊടുത്തു, എടി ഇന്നും കൂടി തരുമോ? എടി അതെ ഞാനൊരു സാധനം ഇട്ടിച്ചേക്കാണ്, അല്ലെങ്കിൽ തരായി. ഒരു സാധനം ഇട്ടിച്ചില്ല, കൊടുക്കൂല. നോക്കി ആ സൂചൻ കാട്ടിക്ക കുപ്പായത്തിന്റെ കുടുക്ക് പൊട്ട് ഉന്നാനാണ്. അതാ സൂചി കാണാനല്ല, സൂചിന്റെ കലർമെന്നാണ് ചിരിച്ചത്. സൂചിയുണ്ട്, കൊടുക്കൂല. ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്യാൻ ഓന്റെ മനസ്സിന് തോന്നൂല. അഥവാ അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ട് ഓൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പാക്കും. നമ്മൾ എഞ്ഞു കൊടുക്കൂല. അതെ നമ്മളെ കൊണ്ട് ഓനങ്ങനെ നന്നാവണ്ട. എന്തിനാ ഉത്തരം നമ്മളെ കൊണ്ട് ഓൻ നന്നാവണ്ട, അത് കൊടുക്കൂല. ഒരു വഴി ചോദിച്ചാൽ അല്ല അങ്ങോട്ടുള്ള വഴി, അതെ വഴി അന്നലെ മിന്നാന്നും പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് സൗകര്യമല്ല, പറഞ്ഞു കൊടുത്തില്ല. എന്ത് അതാണ് മാറൂൻ. ആ പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ മാഊനിനെ തടയുന്നവരേക്കാരല്ല. എന്താ മാഊനിനെ തടയാം? ഒരു ചെറിയ പ്രത്യുപകാരം പോലും ഒരാൾക്ക് ചെയ്തു കൊടുക്കൂല, കഴിഞ്ഞാലും കൊടുക്കൂല. എന്നാ ചില ആൾക്കാര് കരണ് പറിച്ചു കൊടുക്കും, ചോദിച്ചാൽ അതിലേറെ കൊടുക്കും. ഒരു പൂവ് ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കും. ചില ആൾക്കാരുണ്ടല്ലോ കൊടുക്കൂല. കൊടുക്കുക എന്ന് പറഞ്ഞേ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും ഉപകാരം മറ്റോനെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതുണ്ടല്ലോ താങ്ങാൻ പോലും പറ്റൂല. നമ്മളെ പെരീത്തെ ബൾബിന്റെ വെളിച്ചം കൊണ്ടാണ് ഓന്റെ അപ്പുറത്തെ പെരിയിൽ രാത്രി അടുക്കളുടെ അപ്പുറത്ത് പാത്രം പോർന്നത് കണ്ടാൽ പിറ്റേന്ന് ആ ബൾബിന് ഇവിടെ ഒരു മാറാം. അങ്ങനെ എന്റെ കറണ്ട് കൊണ്ടോ പാത്രം പോരണ്ട. എന്നിട്ടോ സുബൈക്ക് ഒന്നാമത്തെ സൊഫില് പള്ളിയിൽ സ്വർഗം കിട്ടാം. അതാ പഠിച്ചോൻ പറഞ്ഞേ ഓൻ കള്ളനാണ് പറഞ്ഞത്. ഓന്റെ വിശ്വാസം വ്യാജമാണെന്ന് പറഞ്ഞത്. ഓന്റെ വിശ്വാസം ഓന്റെ വിശ്വാസത്തിൽ ഇത്തിരി സത്യസന്ധത ഉണ്ടെങ്കിൽ ഇന്നെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം കിട്ടുന്നത് കിട്ടിക്കോട്ടെ, അതിന്നെ സ്വർഗത്തിലെത്താൻ സഹായിക്കുമല്ലോ എന്ന ബോധം ഓന്റെ മനസ്സിലുണ്ടാവുക. അതിന് വിപരീതമാണെങ്കിലോ ഓന്റെ വിശ്വാസം വ്യാജാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ അപകടകരമായ ചില കാര്യങ്ങളാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറഞ്ഞത് കേവലം ഡ്രസ്സിലോ ചാടകളിലോ ഉണ്ടാവേണ്ട ഒരു സാധനമല്ല. അത് ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാ. ഈമാൻ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാ. അത് പുറത്തുനിന്ന് വന്നതാണെങ്കിൽ അതിനുള്ളിൽ സ്വാധീനം ഉണ്ടാവില്ല. ഉള്ളിൽ നിന്ന് വന്നതാണെങ്കിൽ അതിനുള്ളിൽ സ്വാധീനം ഉണ്ടാവുള്ളൂ. അത് ഉള്ളിൽ നിന്ന് വരണം, അപ്പോഴേ അത് ഒറിജിനലാവുള്ളൂ. ഇല്ലെങ്കിൽ അത് വ്യാജാണ്, അത് കളവാണ്. അല്ലാഹു തആല വ്യാജ വിശ്വാസികളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും അത്തരം ഒരു അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന യഥാർത്ഥമായ ഈമാനായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും അപാകതകൾ നമ്മുടെ വിശ്വാസത്തിനുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും വിട്ടു